അപ്പൊ ഞാൻ കുറച്ച് നേരം സംസാരിക്കണം, കുറച്ച് നേരം സഹിക്കണം. ഞാൻ ആദ്യം ഗൗരിയോട് ചോദിക്കാം. ഗൗരി, യു വാണ്ട് ടു സേ ഹായ് ടു ദം? ഹലോ സെൻട്രീസേഴ്സ്. എന്റെ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ. ഞാൻ കുറെ കോളേജിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ പെൺപിള്ളേർ എല്ലാരും അടിപൊളിയാ. അത് വെറും തെറ്റിദ്ധാരണയല്ല, അത് വളരെ വാസ്തവമാണ്. But I want to ask you, Gauri, do you remember your first love? Yes? പേരൊന്നും പറയണ്ട. But when, where, how? സ്കൂളിൽ തന്നെയായിരുന്നു. As cliche as it sounds, love at first sight ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കോറിഡോറിൽ കണ്ട് പെട്ടെന്നൊരു സ്പാർക്ക്. ഞാൻ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്തു. അപ്പോ അതിനൊരു കുഴപ്പമില്ല. If you like a guy, you should. അങ്ങനത്തെ ആണാണ് പ്രപ്പോസ് ചെയ്യേണ്ട അങ്ങനെയൊന്നുമില്ല. ആൻഡ് we dated for a couple of years. പിന്നെ അത് ലോങ് ഡിസ്റ്റൻസ് ആയപ്പോൾ വർക്ക് ആയില്ല. ബട്ട് ഫസ്റ്റ് ലവ് ഇസ് ഫസ്റ്റ് ലവ്. First love is definitely always first love. നീരജ് എനിക്ക് ഫസ്റ്റ് ലവ് ചോദിക്കാൻ പറ്റില്ല, ബിക്കോസ് കുടുംബ തലത്തിലേക്ക് ഒരു ഉദ്ദേശമില്ല. So when did you meet your wife first, and when did you know that she is the one? Well, we were friends till couple, so നമ്മൾ ആദ്യം കുറച്ച് നാൾ ഫ്രണ്ട്സ് ആയിട്ടിരുന്നു. പിന്നെ ഇതൊരു പോയിന്റ്, ഇറ്റ് വാസ് വെരി ഓർഗാനിക് റിലേഷൻഷിപ്പ്. അപ്പം അങ്ങനെ മറ്റൊരു പിറകെ നടന്ന പ്രേമമായിരുന്നു. ദിസ് ഇസ് മൈ തേർഡ് ടൈം ഹിയർ. അതായത് ഞാനിപ്പോൾ താഴത്തെ ബുക്കിൽ എഴുതിയിരുന്നു എനർജി ഹിയർ ഇസ് അൺമാച്ചബിൾ. അപ്പം എവറി ടൈം ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജിയാണ് വീണ്ടും ഒരവസരത്തിലേക്ക് നമുക്ക് വരാനായിട്ട് പ്രചോദനം തരുന്നത്. ആൻഡ് ആദ്യമൊക്കെയാണ് ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ റിലീസാണ്. ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ച് ഇറ്റ്. ഫെബ്രുവരി 28-നാണ് ഇറങ്ങുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ നിങ്ങൾ തിയേറ്ററിലൊന്നും പോകേണ്ട. എല്ലാവർക്കും ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ അല്ലേ? അത് ടെലിഗ്രാമിൽ പോയി കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തതാണ്. ആൻഡ് നമ്മൾ കുറെ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു പരിപാടിയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടം അതാണ് റിലേറ്റ് ചെയ്യാൻ പറ്റിയ റിലേഷൻഷിപ്സ് ഉള്ളവർക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല പേരൻസ് ആയിട്ടും ഒക്കെയുള്ള റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങളൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഭയങ്കര രസകരമായിട്ട് വിഷ്ണു എഴുതി വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് യു ഓൾ ബി ഏബിൾ ടു റിലേറ്റ് വിത്ത് ദ സ്റ്റോറി.